ഹലോ എവരി വൺ വെൽക്കം ടു ദ അൺഫിൽറ്റർഡ് ബൈറ്റ്. ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം എൻ്റെ കുറച്ച് നല്ല എന്നോട് അടുപ്പമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു. ഒരുപാട് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി അവരുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേർക്ക് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ്. അതും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെറ്റർ ആവാൻ പറ്റുക. അതിന് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ചില ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു നടൻ്റെയും ഫാനല്ല. ഞാൻ നല്ല സിനിമകളെ ആരാധിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പോഴും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് പണം പോയാൽ തിരിച്ചു കിട്ടും, സമയം പോയാൽ തിരിച്ച് കിട്ടില്ല. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സമയം എനിക്ക് ഒരു ഒന്നും തന്നില്ല എങ്കിൽ അത് നിരാശ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ സമയവും നഷ്ടം, പണവും നഷ്ടം, വെറുതെ എന്തിനാ അങ്ങനെ ഒരു സംഭവം ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവും. സോ എന്നെ പേഴ്സണലി എൻ്റർടൈൻ ചെയ്യിച്ചില്ല എങ്കിൽ അതെൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ നിന്നാണ്, ഞാൻ എൻ്റെ ഒപ്പീനിയനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ മേ ബി നിങ്ങളുടെ ആസ്വാദനത്തിൻ്റെ രീതി വ്യത്യസ്തമായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലർലി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാനാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യത്തിൽ എന്നെ വിശ്വസിക്കും, ഞാൻ ഒരു നടൻ്റെയും ഫാനല്ല. ജസ്റ്റ് ഗുഡ് ഫിലിം. മമ്മൂക്കയുടെ ഭ്രമയുഗവും എനിക്കിഷ്ടമാണ്. ലാലേട്ടൻ്റെ ദൃശ്യം 1 and 2 എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ ഷമ്മി എന്ന ക്യാരക്ടറിനെ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിലെ ക്യാരക്ടറും എനിക്കിഷ്ടമാണ്. സോ എനിക്കിതിലൊന്നൊരു ഡിഫറൻസ് ഇല്ല. സോ അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. എന്നെ ആസ്വദിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, എന്നെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സിനിമ. ഐ ജസ്റ്റ് ലവ് വാച്ചിങ് സിനിമ. സോ ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റ് പറയുമ്പോൾ ഞാനൊരിക്കലും എഡിറ്റ് ചെയ്തിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് നിങ്ങളെടുത്ത് പറയാം. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, സംസാരത്തിലോ പുതിയ ചാനലാണല്ലോ അറിയാലോ, അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ക്യാപ്ഷനിൽ കൊടുത്തു സീക്രട്ട് ഫോർമുല ഓഫ് മലയാളം ഇൻഡസ്ട്രി. മലയാളം ഇൻഡസ്ട്രിയുടെ സീക്രട്ട് ഫോർമുല. ഇത് മറ്റേ അമർ അക്ബർ അന്തോണി സിനിമയിൽ ആൻ്റണി പറഞ്ഞ പോലെയല്ല കേട്ടോ. ഏതാൾക്കാരെയും വീഴ്ത്തുന്ന 2 വരി കവിത. ആക്ച്വലി മലയാള സിനിമയുടെ ഒരു സീക്രട്ട് ഫോർമുലയായിട്ട് എനിക്ക് തോന്നിയത്, അവർ ആക്ച്വലി നമ്മളൊരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആണ്. ആ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്നതുകൊണ്ട് തന്നെ പല ഇൻ്റർനാഷണൽ ലെവൽ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് സിനിമയാക്കാനുള്ള പുതിയ പുതിയ കാര്യങ്ങൾ സിനിമയാക്കാനുള്ള ചാൻസും സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മളെ ഓഡിയൻസാണ്. ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസാണ് കേരളത്തിലുള്ളത്. കാരണം അവർ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മാർക്കറ്റിനെ പറ്റി പഠിക്കുമല്ലോ. ആ മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റ് എങ്ങനെ കൊണ്ടുവന്നാലാണ് അത് വിജയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ നമ്മൾ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് തന്നെ ഒരു ധാരണ വേണമല്ലോ. ഇന്ന പ്രൊഡക്റ്റ് ഇന്ന മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ നമുക്ക് യെസ്, ഇത് സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്, ഇതിൽ ഇന്ന മെറ്റീരിയൽസ് ഉണ്ടെങ്കിലേ ആൾക്കാർ അത് സ്വീകരിക്കുള്ളൂ. സോ ഇവിടുത്തെ ഓട്ടോമാറ്റിക്കലി ഒരു ബ്രില്യൻ്റ് ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി കൊണ്ടുവന്നേ പറ്റൂ. ഇവിടെ എൻ്റെ ഒരു പേഴ്സണലി ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ജനറൽ ഓഡിയൻസ് എന്ന് പറയുന്നൊരു വിഭാഗം കൂടുതൽ പേരും നല്ല സിനിമയെ ആരാധിക്കുന്ന ആൾക്കാരാണ്, നടനെ അല്ല. നമ്മുടെ മറ്റ് ഭാഷകളിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം അതായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ മലയാളികളോട് മേ ബി ഇഷ്ടപ്പെട്ട ഡയറക്ടറിൻ്റെ പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മലയാളികൾ പറയാൻ സാധ്യതയുള്ള പേരുകളാണ് ക്രിസ്റ്റഫർ നോളൻ, അതേപോലെ തന്നെ ജെയിംസ് കാമറൂൺ, സ്റ്റീവൻ സ്പിൽബർഗ്. കുറേയൊന്നും പേര് ഓർമ്മയില്ല. ബേബി അസാസിൻസ്, ഇറ്റാവോൺ, അങ്ങനെ കുറേ സീരീസുകളുടെ ഡയറക്ടേഴ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ സീരീസ് കാണുന്ന മലയാളികളുടെ മുമ്പിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അവർ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കണ്ടൻറ് ആ ലെവലിലായിരിക്കും അവർ ജഡ്ജ് ചെയ്യുക. നോട്ട് ബൈ ബഡ്ജറ്റ്. ഞാൻ ആ ബഡ്ജറ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. നോട്ട് ബൈ ബഡ്ജറ്റ്.
അവർ ഇൻ്റർനാഷണൽ സ്റ്റഫിൻ്റെ സ്റ്റാൻഡേർഡ്സ് അവർ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കും വിത്ത് യുവർ ബഡ്ജറ്റ്. നമ്മൾ മലയാള സിനിമയ്ക്ക് പൊതുവേ പറയുന്ന കാര്യമുണ്ടല്ലോ, അതായത് നമ്മുടെ ഇസ്രോയെ പോലെ നാസയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ലെങ്കിൽ പോലും ഒരുപാട് നമ്മുടെ മൂൺ മിഷനൊക്കെ നമുക്ക് വളരെ പ്രൗഡായിട്ടുള്ള സാധനം. നമ്മൾ ചിലപ്പം ഇന്ത്യൻ സിനിമയിലെ ഇസ്രോ ആണ് മലയാളം ഫിലിം എന്നൊക്കെ പറയാറുണ്ട്. സോ അങ്ങനെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര റൂട്ടഡ് ആൻഡ് വളരെ കണ്ടൻറ് ഓറിയൻറ്റഡ്, ഇപ്പോൾ ആണെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയി കണ്ടുകൾ കൊണ്ടുവന്ന് കോണ്ടൻറ് വിത്ത് ആക്ഷൻ വിത്ത് മൈൻഡ് ബ്ലോയിങ് CGI വർക്കുകളൊക്കെ കൊണ്ട് നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനിടയിലാണ് നമ്മൾ ഈ ചെറിയ തോതിലാണെങ്കിലും നമ്മൾ ഈ ഫാൻ ഫൈറ്റുകളൊക്കെ ചെറിയ തോതിലാണെങ്കിലും വരുന്നത്. അപ്പോൾ ആ സംഭവം കൂടി ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നാളത്തെ റൂളേഴ്സ് ആയിരിക്കും മേ ബി ഏഷ്യയിലെ തന്നെ ഒരു ടോപ്പ് നോച്ച് ലെവലിലേക്ക് വളരാൻ ചാൻസ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ ജസ്റ്റ് ഇൻ്റർനാഷണൽ മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമ്മൾ കേരളത്തിലേയും കൂടി വരണമല്ലോ. കേരളത്തിൽ നമ്മളിപ്പോൾ മലയാളം സിനിമ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് LJP, ചുരുളി, അതേപോലെ അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട്, എന്താ മൂവീസ്. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ആൻഡ് ദ അമേസിങ് രാഹുൽ സദാശിവൻ, ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ബ്രഹ്മയുഗം. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാൻവാസിൽ അദ്ദേഹം എടുത്തു വെച്ചത് ഹാൻഡ്സ് ഓഫ്. പിന്നെ കൂട്ടത്തിൽ പറയുമ്പോൾ തമാശയും കളിയൊക്കെയായി നടന്ന് ആക്ടിങ്ങിലും അതേപോലെ തന്നെ ഡയറക്ഷനിലായാലും കഴിവ് തെളിയിച്ച ബേസിൽ ജോസഫ് വിത്ത് മിന്നൽ മുരളി. ഗ്രേറ്റ് മൂവി. അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്ഷൻ, ആ ഒരു ലെവൽ ഓഫ് ഫിക്ഷൻ ഒരിക്കലും മലയാളത്തിൽ നിന്ന് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. ബട്ട് ഹീ ഡിഡ് ഹിസ് വർക്ക് ഗ്രേറ്റ്. ബേസിലിൻ്റെ പേര് പറയുമ്പോൾ രാജുവേട്ടൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. രാജുവേട്ടൻ്റെ മൂവീസ് ഒന്നും എനിക്ക് അത്രത്തോളം എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ്. ലൂസിഫർ ആണെങ്കിലും എമ്പുരാൻ ആണെങ്കിലും എൻ്റെ ബോത്ത് ആർ നോട്ട് മൈ ഫേവറേറ്റ്. അതൊരു നോർമൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ടൈപ്പാണ് എനിക്ക് തോന്നിയത്. അത് ഒരു നോർമൽ ലെവൽ ഫിലിമായിട്ടാണ് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തൊരു മൂവി അല്ല അത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് പറയാത്തത്. ഡയറക്ടേഴ്സിൻ്റെ പേര് പറയുമ്പോൾ ഇനി ഇങ്ങനെ നീണ്ടങ്ങോട്ട് പോകും. വിനീത് ശ്രീനിവാസൻ, തട്ടത്തിൻ മറയത്ത്, ജേക്കബിൻ്റെ സ്വർഗരാജ്യം. വാവ്, നൈസ് മൂവീസ്. ഇതിൽ മേ ബി ആരെങ്കിലുമൊക്കെ പേര് വിട്ടുപോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ മറ്റ് ടെക്നീഷ്യൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് സുഷിൻ ശ്യാം, അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയ്, വിഷ്ണു വിജയ്. അവരുടെ ബ്രില്യൻ ട്യൂൺസ് ആൻഡ് മ്യൂസിക് നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ എഡിറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എഡിറ്റേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ അതിലുണ്ട് കുറേ പുലികൾ. സൈജു കിരൺ, ഷമീർ മുഹമ്മദ്, ദീപു ജോസഫ്. അത് ദീപുവിൻ്റെ ലിജോൻ്റെ കൂടെയുള്ള കുറച്ച് വർക്ക് വാസ് ഗ്രേറ്റ്. ഇനിയും ഈ ലെജൻസ് ഒക്കെ പടച്ചേർന്ന് പുതിയ ഒരുപാട് ബ്രില്യൻ വർക്കുകൾ, മാസ്റ്റർ പീസുകൾ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.